നിങ്ങൾ അറിഞ്ഞോ കൂട്ടുകാരെ, റെയർ റീൽസിലെ സന്ദീപ് ഇപ്പൊ കുറച്ച് വിവാദങ്ങളിലൊക്കെ ആയിരുന്നല്ലോ, അറസ്റ്റൊക്കെ ചെയ്തു. രേണു സുധി പറയുന്നു രേണു സുധിയുടെ കേസിലാണ് സന്ദീപ് അറസ്റ്റ് ആയെന്ന്. പക്ഷെ ബിഷപ്പിന്റെ കേസിലാണ്, ബിഷപ്പിനെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കേസിലാണ് സന്ദീപ് അറസ്റ്റ് ആയത്. അതെല്ലാ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടല്ലോ. സന്ദീപ് ബിഗ് ബോസിൽ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു റൂമർ ഇങ്ങനെ പരക്കുന്നു. അത് റൂമറാണോ സത്യമാണോ എന്ന് അറിയത്തില്ല. സന്ദീപ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപും കിച്ചു ഇവര് രണ്ടുപേരും ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കിച്ചു നേരത്തെ തന്നെ ബിഗ് ബോസിൽ പോകുന്നു എന്നൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതേ സന്ദീപും ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും പോകണം എന്നാണ് ഞാൻ പറയുന്നത്. സന്ദീപും പോണം, കിച്ചുവും പോണം, പോയിട്ട് തകർക്കണം. അത് ഈ രേണുവിനൊക്കെ ഒരു അടിയായിരിക്കും. എനിക്ക് തോന്നണ്ടേ, ഈ കിച്ചു ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് കുറെ ഈ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് വരുന്നു എന്നുള്ള ഇത് വന്നപ്പോഴേ കിച്ചു ബിഗ് ബോസിൽ പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നുണ്ട് അത് അറിഞ്ഞിട്ട് അവിടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിനെ ഓരോരോ കാര്യത്തിൽ പെടുത്തുകയായിരുന്നു രേണു എന്നാണ് തോന്നുന്നത്. രേണുവിന് ഇഷ്ടമല്ല. കാരണം രേണു ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് താരം എന്നല്ലേ അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ കിച്ചുവും കൂടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കിച്ചുവും ബിഗ് ബോസ് താരം എന്ന് അറിയപ്പെടത്തില്ലേ? അത് രേണുവിന് ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട്. കിച്ചുവിനെ ഇങ്ങനെ അടിച്ചമർത്താനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്തത് രേണു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ബലമായ സംശയം അതാണ്. എങ്ങനെയായാലും കിച്ചു തളരണം. പക്ഷേ ഇപ്പോൾ സന്ദീപിന്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ സന്ദീപ് പറയുന്നത് കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ സന്ദീപ് അതിൽ ബോസിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അത് പിന്നെ പറയാം, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാലും തോന്നുന്നു ഒരു 80% പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ സന്ദീപ് കിച്ചുവിനെ വിളിച്ചിരുന്നു. കിച്ചുവിനെ വിളിച്ചപ്പോ കിച്ചു പറയുന്നത് കിച്ചുവിന് സോഷ്യൽ മീഡിയയിൽ ഈ നടക്കുന്ന കോൺട്രവേഴ്സിയും ഈ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാൻ ഒട്ടും താല്പര്യമില്ല. ഫാദറിന്റെ കേസിലായാലും രേണു പറയുന്നതിനുള്ള മറുപടി ആയാലും പറയാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ കോൺട്രവേഴ്സികളിലെല്ലാം വന്ന് ചാടി കൊടുത്താൽ, തല വെച്ചു കൊടുത്താൽ അവന്റെ ബിസിനസിനെ ബാധിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കിച്ചു പറയുന്നത് എനിക്കിപ്പോ സോഷ്യൽ മീഡിയയിലുള്ള കോൺട്രവേഴ്സികളൊന്നും ഞാൻ ഇടപെടുന്നില്ല, ആർക്കും മറുപടി കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചുവിനെ പറ്റി ആരെന്ത് വേണമെങ്കിലും പറയൂ, അതൊന്നും യാതൊരു പ്രശ്നമേ അല്ല. അവന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ തന്നെ വേണം. രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ സൗണ്ട് ഉണ്ടാവത്തുള്ളൂ. കിച്ചു ഇപ്പോ ഈ രേണുവിനെ ആയാലും ബിഷപ്പായാലും പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അവര് പിന്നെ അതിന് മറുപടി കിച്ചുവിന് കൊടുക്കും, കിച്ചു പിന്നെ അതിനൊരു മറുപടി കൊടുക്കും. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെക്കാട്ടി നല്ലത് ഒരു ഭാഗത്തുള്ള ആള് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇപ്പുറത്തുള്ളവര് പറയും, കുറച്ച് പറഞ്ഞിട്ട് അവരങ്ങ് നിർത്തിക്കൊള്ളും. അതല്ലേ നല്ലത്? കിച്ചു എടുത്ത ഒരു ഇത് തന്നെയാണ് നല്ലത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കിച്ചു ഇപ്പം ബിഷപ്പായാലും രേണു ആയാലും എന്തെങ്കിലുമൊക്കെ കിച്ചുവിനെ കുറിച്ച് പറയുമ്പോൾ കിച്ചു ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കുറച്ചാൾ അവർ അടച്ചിട്ട് അവരങ്ങ് നിർത്തിക്കോളും. കിച്ചു ഒന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ കിച്ചു അവന്റെ ഫ്യൂച്ചർ നോക്കി അവന്റെ ബിസിനസ് നോക്കി മുന്നോട്ട് പോകണം. അതാണ് നല്ലത്. നമുക്ക് എന്തായാലും സന്ദീപിന്റെ വീഡിയോയിൽ സന്ദീപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. കിച്ചുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു. ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ചെയ്തില്ല, കാരണം എനിക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്റെ പേര് ഉയർന്നു വരുന്നു. സന്ദീപ് എടപ്പാളിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു. കാരണം ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ്. എപ്പോഴും കോൺട്രവേഴ്സികൾ നടക്കുമ്പോഴാണല്ലോ ആളുകളെ തേടി പല വിളികൾ വരിക എന്നുള്ളതാണ്. അങ്ങനെ പല വിളികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസിൽ നിന്നുള്ള ഒരു വിളി വന്നോ വന്നില്ലേ എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. സംഭവം കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതന്നെ. അപ്പൊ കിച്ചുവിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. നിരന്തരമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമന്റുകളാണ്, എന്റെ വീടിന്റെ അടിയിൽ ഇടുന്ന കമന്റുകൾ ഇതാണ്, കിച്ചുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കും സന്ദീപേ എന്നുള്ളത്. കിച്ചുവിനെ ഞാൻ ഇന്നലെ വിളിച്ചു സംസാരിച്ചു. കിച്ചു പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചുവിന് ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. ഒരു കാര്യത്തിൽ, അതായത് ഒരു കോൺട്രവേഴ്സിയിലും ചെന്ന് പെടാൻ താല്പര്യമില്ല എന്നാണ് കിച്ചു എന്നോട് പറഞ്ഞത്. അവൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പൊ ലൈവിൽ നിൽക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് കിച്ചു ഈ വിഷയത്തിലേക്ക് വീണ്ടും വരണമെന്ന് ഒരു ആഗ്രഹമില്ല. എന്നാൽ ചില ആളുകൾ കിച്ചു പ്രതികരിക്കണം, കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കണം, കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കിച്ചു ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ. അവന്റെ ഒരു ബിസിനസ്, ആ ബിസിനസിന്റെ തുടക്കമാണിപ്പോ. ആ ഒരു തുടക്ക സമയത്ത് തന്നെ അവന് നെഗറ്റീവ് കമന്റുകൾ ഇപ്പൊ വന്ന് കിടക്കുക. അവനൊന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും അവന് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും കിച്ചുവിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കിച്ചുവിന്റെ വായിൽ നിന്നും ഒരു വാക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷിക്കുന്നു ഇല്ല, ഒരിക്കലുമില്ല. ചില വ്ളോഗർമാർക്ക് എങ്ങനെയെങ്കിലും കിച്ചു ഒന്നും മിണ്ടാം എന്നുള്ള രീതിയിലാണെന്നുള്ളതാണ്. കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ, അവനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പർച്ചേസിംഗ് കാര്യങ്ങളും അതിന്റെ പല കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് കെട്ടിപ്പടുക്കാനുള്ള തുടക്കമാണ്. ഒരു ബിസിനസ്സിലേക്ക് കാൽവെക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ചില ആളുകൾ കിച്ചു എന്ത് മാതൃകാപരമായ കാര്യം ചെയ്തിട്ടുള്ളത്, ഇത്രയും ചെറുപ്പത്തിൽ അവൻ ഒരു ബിസിനസ് സംരംഭം. എന്തായാലും കിച്ചു എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. എന്ത് തീരുമാനമാണ്? സോഷ്യൽ മീഡിയയിൽ വന്ന്
ഇനിയും അവർ പറയുന്നതിനുള്ള മറുപടി പറയുന്നില്ല എന്നുള്ള കാര്യം നല്ല കാര്യം തന്നെയാണ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ രേണുവിനെ കുറിച്ച് ഇപ്പൊ ആരും അധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. രേണുവിനെ കുറിച്ച് ആരും ഒന്നും പറയാറുമില്ല. കാരണം അവരുടെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ടായിരിക്കും പറയാൻ. അപ്പൊ രേണുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രേണു ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അവരുടെ ചാനലിലും വന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ടു. രേണുവിന്റെ പിരികത്തെ പറ്റി ആരോ കമന്റ് ഇട്ടത്രേ, നീ നിന്റെ പിരിയൊക്കെ ദിവസം എഴുതാറുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടത്രേ. ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ്, ചെയ്യട്ടെ. അപ്പോൾ അവരുടെ അവസ്ഥ അങ്ങനല്ലേ, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു കമന്റ് ഇട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അതോ ഇനി രേണുവിന് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, ആരും ഇപ്പൊ രേണുവിനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യൂ എന്നൊക്കെ അതിന് വേണ്ടിയിട്ട് രേണു പറയുന്നതാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ പിരിയ എഴുതാറില്ല, എൻ്റെ പിരിയത്തിൽ ഞാൻ മുന്നേ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അത് അങ്ങനെ ഉള്ളതാണ്. പിന്നെ അവസാനം പറയുന്നു ഞാൻ പിരിയ എഴുതാറുണ്ടെന്ന്. കേൾക്കാതെ നീ ഡെയിലി പിരികം വരയ്ക്കുവോ, അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുവോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നിനക്ക് എന്ത് ക്യാൻസർ ആണ്? നിനക്ക് പിരികം ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ഡെയിലി കേൾക്കുന്നതാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് അന്ന് ഞാൻ പിരികം ത്രെഡ് ചെയ്തതാണ്. അതിനി വളരത്തില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ മുടിയൊന്നും ഇനി വളരത്തില്ല കീമോ കഴിയാതെ. മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എന്റെ പുരികത്തിന്റെ ബ്ലാക്കും ഷേപ്പും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാറുമുണ്ട്. പെട്ടെന്നൊന്നും നമ്മുടെ ഈ വികൃത രൂപം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. മനസ്സിലായോ? നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. മനസ്സിലായി? ആർക്കും അംഗീകരിക്കാൻ പറ്റൂല നമുക്ക് പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ ഷേപ്പിന് ഇരിക്കുന്നത്. പിരികവും ഒക്കെ പൊഴിയുന്നുണ്ടായിരുന്നു. മുടിയും പിരികവും ഒക്കെ ഇനി വളരണമെങ്കിൽ കീമോ ഫുള്ള് സൈക്കിൾ കഴിയണം, എന്നാൽ മാത്രമേ വളരത്തുള്ളൂ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടേ, അത് ഞാൻ പറയാം. ഞാൻ ഇതിനെ കുറിച്ച് പറയട്ടെ. രേണു എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്? അവർ കമന്റ് ഇട്ടു, ഇങ്ങനെ ഇട്ടു, അങ്ങനെ ഇട്ടു, ഇതിട്ടു, അതിട്ടു, ഇതിട്ടു എന്ന്. കാരണം രേണുവിനെ കുറിച്ച് വീണ്ടും ആരെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോക്കാരായാലും നമ്മളെ കണക്കുള്ളവരെല്ലാം വീണ്ടും എടുത്ത് വീഡിയോ ചെയ്യണം. അതിന് വേണ്ടിയിട്ടല്ലേ രേണു വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, കമന്റിനുള്ള മറുപടി എന്നുള്ള രീതിയിലൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തിനാ രേണു നിന്റെ വീഡിയോയിൽ അല്ലാത്ത കാര്യങ്ങൾ കാണിക്കൂ, നല്ലതല്ലേ? അതാണ് അക്കാര്യം. വേറെ കുറെ വീഡിയോകൾ വന്നിട്ടുണ്ട്, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. അതങ്ങനെ. പിന്നെ രേണുവിന്റെ ചേച്ചിയും എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും ഇങ്ങനൊന്നും വരാതിരിക്കട്ടെ എന്ന്. അപ്പൊ രേണുവിന്റെ ചേച്ചി എന്താ ആഗ്രഹിക്കുന്നത്? ലോകത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള അസുഖം വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് കൂടെ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു ശാപവാക്ക് കണക്കല്ലേ ഇത് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിക്കാറുന്നവര്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടക്കേട് തോന്നിയ ഒരു കാര്യമാണത്. എല്ലാ വീഡിയോയിലും അവർ പറയും എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങി. അവരൊരു കമന്റിന് മറുപടിയോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യം സംസാരിച്ചാലും രേണുവും പറയുന്നത് കേട്ടിട്ടുണ്ട്, രേണുവിന്റെ ചേച്ചിയും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതൊരു ശപിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തിനാണ് പറയുന്നത്? അങ്ങനെ പറയാനായിട്ട് നിങ്ങൾ ചെയ്തത് കണക്കുള്ള കാര്യങ്ങളാരും ഞങ്ങളാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ കാണുന്ന ആരും ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോന്ന് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. പിന്നെ ബിഷപ്പ് ആയാലും രേണു ആയാലും രേണുവിന്റെ ചേച്ചിയായാലും ഒക്കെ പറയുന്നുണ്ട്, പൈസ വേണം, കീമോ ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് ചെലവുണ്ട്, പൈസ വേണം, നിങ്ങളെല്ലാവരും സഹായിക്കണം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ ചേച്ചിയും ബിഷപ്പും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് രേണു യൂട്യൂബ് ചാനൽ നടത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഓക്കെ, നല്ല കാര്യം തന്നെ. യൂട്യൂബ് ചാനൽ നടത്തും, നിങ്ങൾക്ക് പൈസ വേണം, അത് വേണം, ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷേ രേണു എല്ലാവരോടും ഈ പൈസ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ രേണുവിന് ഈ ഒരു അസുഖം ഉണ്ടെന്ന് രേണു പറയുന്നത് വളരെ വളരെ മുന്നേ തന്നെ രേണുവിന് അറിയായിരുന്നു. അപ്പോൾ രേണുവിന് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിലൂടെ ആയാലും ഉദ്ഘാടനങ്ങളിലൂടെ ആയാലും, അതായത് ഗൾഫ് കൺട്രീസിലെ ഉദ്ഘാടനങ്ങളിലൂടെ ആയാലും, ഷോർട്ട് ഫിലിംസിലൂടെ ആയാലും, നാടകത്തിലൂടെ ആയാലും, സബ്സ്ക്രിപ്ഷനിലൂടെ ആയാലും ഒക്കെ നല്ല വരുമാനം രേണുവിന് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ രേണു എന്താ ചെയ്തത്? ആ പൈസ എടുത്ത് സ്കിൻ ട്രീറ്റ്മെന്റ്, പല്ലിന്റെ ട്രീറ്റ്മെന്റ്, മുടിയുടെ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ്, ഈ ട്രീറ്റ്മെന്റ്, ഇങ്ങേറ്റം ഇപ്പൊ തന്നെ പീരിയത്തിന്റെ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ചെയ്യാനായിട്ട് പൈസയുടെ ആവശ്യമില്ലേ? എല്ലാവരും എല്ലാം കൊളാബറേഷനിൽ ചെയ്ത് കൊടുക്കൂലേ? ചെറുതായിട്ട് ചില വസ്ത്രങ്ങളായാലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയല്ലേ കൊളാബറേഷനിൽ കിട്ടൂ. പിന്നെ ഇത്രയും പൈസ കൂടിയ ട്രീറ്റ്മെന്റുകളെല്ലാം കൊളാബറേഷനിലൊന്നും ആരും ചെയ്തു കൊടുക്കത്തില്ലേ? നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രേണു ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിൽ നിന്നും ഇറങ്ങിയേ ഇല്ലായിരുന്നു. അതും നല്ല വലിയ ബ്യൂട്ടി പാർലറിലായിരുന്നു പോയത്. പിന്നെ ഡയമണ്ടിന്റെ മോതിരം, ഡയമണ്ടിന്റെ മാല, മോതിരവും മാലയും ഇങ്ങേറ്റ കൊലുസ് വരെ എൻ്റെ ചേച്ചി എനിക്ക് മേടിച്ച് തന്ന സ്വർണ്ണ കൊലുസാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ സ്വർണ്ണ കൊലുസൊക്കെ രേണുവിന് മേടിച്ചു കൊടുത്തത്. അപ്പം പിന്നെ എന്തിനാണ് ഈ പൈസ ഇല്ല എന്നിങ്ങനെ നാട്ടുകാരോട് പറയുന്നത്? അപ്പം ഈ ഇതിന് നല്ലാത്തുനിന്ന് എല്ലാം കിട്ടിയ പൈസയുണ്ട്.
ആ പൈസയെല്ലാം അടിച്ച് പൊളിച്ച് ആർഭാട ജീവിതം നയിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് പൈസയില്ല എന്ന് പറയാൻ നാണമില്ലേ? ഇതെന്റെ ചോദ്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. രേണു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, അപ്പൊ ആ ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള വണ്ടിയിലേ എനിക്ക് സഞ്ചരിക്കാൻ പറ്റൂ. സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ചെരുപ്പേ ഇടാൻ പറ്റൂ, തുണിയേ ഇടാൻ പറ്റൂ എന്നൊക്കെ രേണു വന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കണക്ക് രേണു പറഞ്ഞിട്ടില്ലേ? ഇതെന്റെ ചേച്ചി മേടിച്ച് തന്ന കൊലുസ്, ആ സ്വർണ്ണ കൊലുസ് ചേച്ചി ചിട്ടിയൊക്കെ പിടിച്ച് പൈസ ചേർത്ത് വെച്ച് എനിക്ക് മേടിച്ച് തന്ന സ്വർണ്ണ കൊലുസാ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ ആ പൈസ ആ സമയത്തും രേണുവിൻ്റെ ചേച്ചിക്കും രേണുവിനൊക്കെ അറിയാമായിരിക്കുമല്ലോ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത്. ചേർത്ത് വെച്ചിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതിന് പകരമായിട്ട് പൈസയില്ല എന്ന് വന്ന് എന്തിനാ കരയുന്നത്? ഉള്ള സമയത്ത് ആർഭാടായിട്ട് ജീവിച്ചത് എന്തിനാ? ആ പൈസയെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൂടായിരുന്നോ? അല്ലേ? നല്ല വരുമാനം അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ഗൾഫിൽ പോന്നു, ദിവസം അവർക്ക് ഷൂട്ടായിരുന്നു, ദിവസം അവർക്ക് ഉദ്ഘാടനങ്ങളായിരുന്നു, അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ? പിന്നെ ഇവർ പൈസയില്ല എന്ന് എന്തിനാ ഇങ്ങനെ നടന്ന് വിളിച്ചു പോകുന്നത്? ഈ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് നടത്തിക്കൊണ്ട് പോകുന്നു, യൂട്യൂബ് നടത്തുന്ന എനിക്ക് പൈസയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഓക്കെ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളെല്ലാവരും സഹായിക്കണം, എനിക്ക് പൈസ ഒരുപാട് വേണം, പൈസ ഇല്ല എന്ന് എന്തിനാ പറയുന്നത്? അല്ലേ? ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റിൽ പറയണേ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ രേണുവിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടല്ല വന്നത്, സന്ദീപ് ഇട്ട വീഡിയോ പറ്റി പറയാനായിട്ടാണ് വന്നത്. പറഞ്ഞു വന്നപ്പോൾ രേണുവിൻ്റെ ഇതായിപ്പോയി. പോട്ടെ, അങ്ങനെയാണ്. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയും.